ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എണ്ണിയാളെ വർത്താനം? സുഖമല്ലേ എല്ലാവർക്കും? പിന്നെ ഇന്ന് റമളാൻ ഒന്നിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ കുളി കഴിഞ്ഞ് ഞാൻ കുറച്ച് സമൂസക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. പച്ചപ്പട്ടാണി വേവിച്ച് വെച്ചിക്കണ്, ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിക്കണ്, പിന്നെ ചിക്കന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് വേവിച്ച് ചെറുതാക്കി വെച്ചതാണ് കേട്ടോ. ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വല്യുള്ളി, അപ്പോൾ ഞാനത് റെഡിയാക്കി വെച്ചിക്കണ്. അപ്പോൾ ഇന്നലെ ഞാൻ തറാവി കഴിഞ്ഞിട്ട് കുറച്ച് അച്ചാറിട്ട് കഴിഞ്ഞിട്ടോ. ഇത് മാങ്ങഞ്ചിയും കറൂത്തിയാണ്. മാങ്ങഞ്ചി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് കളച്ചിട്ട് കുറേ ദിവസമായിന്. അപ്പോൾ ഞാനതിങ്ങനെ ഇടണം കറുത്ത് കെട്ടിയിട്ടില്ല, ഇനി എവിടെയില്ല. അപ്പോൾ ഞാൻ കുടിയിൽ പോയപ്പോൾ നോമ്പിന് തലേന്നല്ല അതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ കുടിയിൽ പോയപ്പോൾ കറുത്ത് കൊണ്ടുവന്നീനി. അപ്പോൾ അതും മാങ്ങഞ്ചിമാട് ഇട്ട് വെച്ചു. രാവിലെ അരിഞ്ഞ് വെച്ചു. പിന്നെ തറാവയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അച്ചാറിട്ടത്. അപ്പോൾ അത് ചൂടാറിയിട്ട് ഞാൻ ആക്കി വെക്കുകയാണ്. പിന്നെ കുപ്പിയിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. എടുക്കുമ്പോൾ നനഞ്ഞ കയ്യിലൊന്നിട്ട് എടുക്കരുത്, അത്രേ ഉള്ളൂ. ഇത് പിന്നെ ഞാൻ തന്നെയാണല്ലോ എടുക്കുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ കൊടുക്കാൻ ഞാൻ തന്നെ. അപ്പോൾ അധികം കുഴപ്പമില്ല. ഇതെല്ലാവരും വന്ന് നമ്മളിങ്ങനെ നനഞ്ഞ കയ്യിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാൽ അത് വേഗം അച്ചാർ പൂക്കും കേട്ടോ. അച്ചാറിന് അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് കുഴപ്പങ്ങൾ. അപ്പോൾ ഫുള്ളായിട്ടില്ലല്ലേ കുപ്പിയിൽ? സാരമില്ല, ഇനി പിന്നെ കുറച്ചും കൂടി ഇടാം. പിന്നെ അപ്പോൾ അച്ചാർ റെഡി ആയിട്ട് ഞാൻ അതൊന്ന് മാറ്റി വെച്ചാൽ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുക്കാമല്ലോ. ചിലപ്പോൾ ഒരു പൂതിയൊക്കെ അച്ചാറും കഞ്ഞിയൊക്കെ കുടിച്ചാൽ നോമ്പ് തുറന്നിട്ടും അങ്ങനെ അത് അധികം ഉണ്ടാക്കി വെച്ചതാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇനി സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സമൂസ വലിയ ചട്ടിയിൽ തന്നെ തീ വെച്ചിക്കണം. അപ്പോൾ ഞാനൊരു 10 സവാള എടുത്തുക്കണ്. പിന്നെ വെളുത്തുള്ളിയും സവാള ഇട്ടിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് എടുത്തുക്കണ് വേഗം വാടി വരാൻ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നല്ല എരിവാണ്ടവർക്ക് പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, എനിക്ക് അധികം എരിവാണ്ടാന്ന്. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും ഇട്ടിട്ടാണ് ഞാനിത് മാത്രമേ ഉള്ളൂ കേട്ടോ പൊടി ഇടുന്നത്. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുകയാണ്. അതൊന്ന് വഴറ്റി ആ പൊടിൻ്റെ പച്ചമണം ഒന്ന് മാറുവോളം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ എനിക്ക് ഞാൻ ചോപ്പ് ചെയ്ത ക്യാരറ്റാണ് ഇട്ടിരുന്നത്. അത് 2-3 കയ്യിലിട്ടിക്കണം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ആ ഉള്ളീൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇട്ടിക്കണത്. പിന്നെ വേവിച്ച് വെച്ച പച്ചപ്പട്ടാണിയാണ് ഇട്ടത്. ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ച പച്ചപ്പട്ടാണി അതും അതിട്ടിട്ട് പിന്നെ ചിക്കനും ഇട്ടിട്ടോ. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളധികം ഒരുപാട് മസാലപ്പൊടിയോ അങ്ങനെ ഇട്ടുകൊണ്ട് ഇതാണില്ല. പിന്നെ ഇതൊക്കെ ഈ ക്യാരറ്റും ഇതൊക്കെ ഒരു ഹാഫ് വേവിലിങ്ങനെ നിന്നാൽ മതി. ഒരുപാട് വഴറ്റിങ്ങാണ്ട് ഇതാക്കും വേണ്ട. പിന്നെ ചിക്കനും ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിന ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മളെ മസാല ആയി സമൂസക്കില്ലേ. സമൂസക്കില്ലേ മസാല പിന്നെ ആക്കി കൊടുത്താൽ അപ്പോൾ അനുമോള് ചുടല്ല, അത് റോൾ ചെയ്തോളൂ കേട്ടോ ഷീറ്റിൽ. അപ്പോൾ പിന്നെ ആ പണി എടുക്കും. മസാല ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പത്തിരി കുറച്ച് പത്തിരിയെ ചുടണുള്ളൂ. അപ്പോൾ വാട്ടലും ഇതൊക്കെ ആയിക്കണേ. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ പ്രസ്സിൽ മാത്രം അമർത്തി വെക്കലുണ്ട്. അപ്പോൾ പത്തിരി എന്താവുമെന്ന് നോക്കാൻ വേണ്ടിയാണ് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞാൻ ഉള്ളിലേക്കാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഇത് അമരുന്നില്ല. അപ്പോൾ അതൊന്ന് തിരിച്ച് കെട്ടണം കേട്ടോ. ഒക്കെ തല തിരിഞ്ഞിക്കണം, നോമ്പല്ലേ. ഈ നേരമായപ്പോൾ തന്നെ ആകെ കുഴങ്ങി. ഭയങ്കര ചൂടുമാണ്. നല്ല ചൂടാണ്.
അപ്പോൾ ഞാനത് ബാഗ് കെട്ടിയിട്ട്, പക്ഷേ അങ്ങനെ കെട്ടിയിട്ടും അതൊരു സുഖമായില്ല, ഒരു ശരിയാവാത്ത പോലെ, ഒരു വൃത്തിയാകാത്ത പോലെ. അപ്പോൾ ഞാനെന്ത് ചെയ്തി, കൈ കൊണ്ട് തന്നെ പരത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും ഒഴിവാക്കിയിട്ട്, അതൊക്കെ ഒഴിവാക്കി ഞാൻ കൈ കൊണ്ട് തന്നെ പരത്തി ചുട്ടിട്ടോ. പരത്തിച്ചിട്ട് പിന്നെ പരത്തൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ചുട്ടത്. കൈ കൊണ്ടാകുമ്പോൾ ഞാൻ എളുപ്പപ്പണി നോക്കാൻ വേണ്ടി മെഷീൻ എടുത്തതാണ്, പക്ഷേ അതും ശരിയായില്ല. അപ്പോൾ പിന്നെ തിണ്ടുമ്പോൾ തന്നെ ഇട്ടുങ്ങാണ്ട് പരത്തലൊക്കെ കഴിച്ച്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത്. അപ്പോൾ ഇതിന് നേരം കുറേ ആയിട്ടോ, വീഡിയോ എടുക്കലും ഇതൊക്കെ പാടായപ്പോൾ കരുതിയ പോലെ സമയം നമ്മളെ കത്തുക്കൂലല്ലോ, നമ്മൾ സമയത്തിൻ്റെ ഒപ്പം ഓടണ്ടേ. അപ്പോൾ ചാറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫ് കറി ഉണ്ടാക്കിട്ടോ. ബീഫ് കറിയൊക്കെ തൂമിച്ചാനുള്ളതാണ്. പിന്നെ ഇത് ഞാൻ ചോളാണ്ടി കൊണ്ട് കേട്ടോ ഞങ്ങൾ തരിക്കഞ്ഞി ഉണ്ടാക്കൽ. ചോളാണ്ടി കൊണ്ട് തരിക്കഞ്ഞി ഉണ്ടാക്കിയ ആണ് അത്. പിന്നെ നമുക്ക് ക്ഷീണത്തിനൊക്കെ നല്ലതാണല്ലോ. റവയും ഇതും സെമീൻ വെച്ചായ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേദനയൊക്കെ തണുപ്പ് കൂടിയാലേ, അപ്പോൾ കാലുവേദനയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞാനത് അത് അധികം ഇഷ്ടമല്ല, കുഞ്ഞുട്ടിക്ക് ഇഷ്ടമാണ്, പക്ഷേ കൂടുതൽ കുഞ്ഞുട്ടിയെ കുടിച്ചാൽ കാലുവേദനയാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കില്ല. ഞങ്ങൾ ഇതന്നെ കേട്ടോ ചോളാണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്, തേങ്ങാപ്പാലും പിന്നെ ചോളാണ്ടിയൊക്കെ വെച്ചിട്ട് ഇട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ ഇത് പുതിയ ചട്ടിയാണ് കേട്ടോ. പുതിയ ചട്ടിയിൽ നല്ല ഉഷാറാണ്, സമൂസയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിക്കണം. അപ്പോൾ ഞാൻ അതിൽ അടുപ്പത്ത് തന്നെ ചോറ് വെന്തപ്പോൾ വേഗം പൊരിച്ചെടുക്കുകയാണ്. വാങ്ങ് കൊടുക്കാനായും ചെയ്തിക്കണ്, 6 മണിയോളം ആയിക്കണം. 6:30ക്കാണ് വാങ്ങുക. പക്ഷേ അപ്പോഴത്തേന് ഞാൻ വേഗം ചുട്ടെടുക്കട്ടെ എഴുതിയാണ്ട് ചുട്ടെടുത്ത് പിന്നെ മേശമ്മക്ക് വെക്കാനുള്ളതൊക്കെ ഓലെ കുട്ടികൾ വെക്കും, അനുമോൾ വെക്കും. അപ്പോൾ പിന്നെ അതൊന്നും നമുക്കറിയണ്ട, ഓൾക്കൊന്ന് കൂടിക്കൊടുത്താൽ മതി. അങ്ങനെ ഇന്നത്തെ നോമ്പും കഴിഞ്ഞ് തുറക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ വെള്ള സോസ് വേണം പറഞ്ഞിട്ട് അതും അടിച്ചിന് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.